ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പൊതുചാടന അനുഭവ പാഠങ്ങളുടെ 19ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊതുചാടനത്തിൻ്റെതായ ഒരവസരത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ ഞങ്ങൾ ശുശ്രൂഷ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഞങ്ങൾ ഈശോയുടെ തിരുരക്തത്തിൻ്റെ ഒരു പ്രാർത്ഥന ഉപയോഗിച്ചത് ഓർക്കുകയാണ്. പലപ്പോഴും ഉപയോഗിക്കുന്ന പ്രാർത്ഥനയാണ്: ഈശോയുടെ ഏറ്റവും അമൂല്യമായ തിരുരക്തമേ, ഞങ്ങളെ ലോകം മുഴുവനും രക്ഷിക്കണമേ. ചെറിയൊരു പ്രാർത്ഥനയാണ്, ഒരു ഭയങ്കര പവർഫുള്ളാണ്. അപ്പം ഈ പ്രാർത്ഥന ഞങ്ങളിങ്ങനെ ആവർത്തിച്ച് ചൊല്ലും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പൈശാചിക അരൂപികൾ ഇറക്കി വിടാനായിട്ട് നോക്കുമ്പോൾ. ഒരിക്കലും ഇങ്ങനെ ഒരു വ്യക്തിയെ ഇങ്ങനെ ഞങ്ങൾ ശുശ്രൂഷ എല്ലാവരും കൂടെ ബലമായിട്ട് പിടിച്ച്, വയലൻ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ബലമായിട്ട് നിയന്ത്രിച്ച് കിടത്തിയിട്ട് ചുറ്റും നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന ഇങ്ങനെ ആവർത്തിക്കുകയാണ്. ഒരു 500 പ്രാവശ്യം ചൊല്ലാനായിട്ട് പ്രേരണ. ഞങ്ങൾ ചൊല്ലാൻ ആരംഭിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പൈശാചിക ഇങ്ങനെ സാധാരണ ബഹളം വെച്ച് ഒച്ച ഉണ്ടാക്കി ചീത്ത വിളിച്ച് ഞങ്ങളെ ഇങ്ങനെ വെല്ലുവിളിച്ച് എതിര് പറഞ്ഞൊക്കെ കിടക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങളുടെ പ്രാർത്ഥനയായിട്ട് ഇങ്ങനെ ചുറ്റും നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആവർത്തിച്ച് ഇത്രേ ഉള്ളൂ: ഈശോയുടെ ഏറ്റവും അമൂല്യമായ തിരുരക്തമേ, ഞങ്ങളെ ലോകം മുഴുവൻ രക്ഷിക്കണമേ. ദ മോസ്റ്റ് പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ് സേവ് us ആൻഡ് ദ ഹോൾ വേൾഡ്. അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ശ്രദ്ധിക്കുകയാണ്, ഞങ്ങൾ കാണുകയാണ്, ഈ പൈശാചിക അവസ്ഥയിൽ കിടക്കുന്ന വ്യക്തിയുടെ ശരീരം മുഴുവൻ അങ്ങോട്ട് ചൊറിച്ചിൽ വരാൻ തുടങ്ങി. ഈ പൈശാചിക വരുത്തുന്ന ഒരു അവസ്ഥയാണ്, ഒരു ചൊറിച്ചിലുള്ള ആളല്ല, ശരീരം മുഴുവൻ ചൊറിഞ്ഞിട്ട് ഈ പെൺകുട്ടി ഒരു യുവതിയാണ്, അവർ അമ്മ അടുത്തിരിപ്പുണ്ട്. ഇവരിങ്ങനെ ദേഹം മുഴുവൻ മാന്തി ചൊറിയുകയാണ്, ഇങ്ങനെ ചൊറിഞ്ഞ് ദേഹം മുഴുവനും അമ്മ കൂടി കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ശങ്കിച്ചു. അതുപോലെ കിടന്ന് പൊളഞ്ഞ് ചൊറിഞ്ഞിട്ട് കടിച്ച് മാന്തി പറിക്കാൻ നോക്കുകയാണ്. അമ്മ അവിടെ കയ്യെ ബലമായിട്ട് പിടിക്കുന്നത്, അതും കൂടി കീറാതിരിക്കാൻ പറ്റും. പക്ഷെ മുഴുവൻ ചുമ്മാറുക, കിടന്ന് പൊളയുക ചൊറിഞ്ഞിട്ട്. അപ്പം ഞാൻ ആദ്യം ഓർത്ത് നിർത്തിയവരെ പ്രാർത്ഥന, കാരണം അതുപോലെയുള്ള ഇറിറ്റേഷൻ കാണിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ പ്രേരണ കിട്ടി, നിർത്താൻ പാടില്ല. കാരണം ഈ പ്രാർത്ഥന പൈശാചിക അരൂപിക്കട്ട് ഏൽക്കുന്നുണ്ട്, ഏശുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ അടയാളമാണ് ഇതുപോലുള്ള ഇറിറ്റേഷനിലേക്ക് അതിനെ കൊണ്ടുപോകുന്നു എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ശക്തമായിട്ട് ചുറ്റും നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന കൂടെ ആവർത്തി ചൊല്ലിക്കിടുന്നു. കുറേ കൂടി ഇങ്ങനെ ചൊറിച്ചിരണ്ട് ഇറിറ്റേഷൻ വല്ലാണ്ട് കാണിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് മയങ്ങി, അതങ്ങ് ഒതുങ്ങി വലിഞ്ഞു. അപ്പോൾ ഈ തിരുരക്തത്തിൻ്റെ പ്രാർത്ഥനയുടെ വലിയ പവർ പൊതുചാടനത്തിലൂടെ തിരിച്ചറിയുന്നതാണ്. ഞാൻ നേരത്തെ സെഷനിൽ പങ്കുവെക്കുകയുണ്ടായി, ഈശോയുടെ തിരുരക്തം പറ്റിയൊരു സംഗീഞ്ഞിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു ഷോളിൻ്റെ സ്പർശനം പോലും തിന്മരും എന്തുമാത്രം നിസ്സഹായപ്പെടുത്തുന്നുള്ളത്. നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ ഈശോയുടെ തിരുരക്തം വഴിയുള്ള വിടുതലിനെ കുറിച്ചുള്ള ശക്തമായ പരാമർശം നമുക്ക് കാണാൻ പറ്റും. കൊളോസസ് ലേഖനത്തിൽ ഈശോ തൻ്റെ കുരിശിൽ ചിന്തിയ രക്തത്താൽ തിന്മയുടെ ശക്തികളെ നിരായുധരാക്കി എന്ന് പറയുന്നത് കൊളോസസ് 2:14-15 വായിക്കുന്നുണ്ടല്ലോ. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങൾ അവൻ മായിച്ചു കളയുകയും കുശത്തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവന് കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമേ അവഹേളന പാത്രമാക്കി. ഇപ്പൊ തിന്മയുടെ ശക്തിയിലെ നിരായുധമാക്കിയത് എങ്ങനെയാണെന്ന് അവിടെ തന്നെ 1-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ പറയുകയാണ്: അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴിയാണ് സാധിച്ചത്. ഹെബ്രായ ലേഖനത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്, 9-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നുണ്ട്, വിശുദ്ധ ശ്രീകോവിലിൽ ഈശോയാകുന്ന നിത്യപുരോഹിതൻ പ്രവേശിച്ച് രക്ഷ നേടിയെടുത്തത് കാളക്കിടാങ്ങളുടെയോ ആട്ടിൻകുട്ടിയുടെയോ രക്തം കൊണ്ടല്ല, മറിച്ച് കളങ്കമില്ലാതെ തന്നെ പിതാവിൻ്റെ പക്കൽ ബലിയർപ്പിച്ച തൻ്റെ അമൂല്യമായ രക്തം കൊണ്ടാണ്. ആ രക്തം വഴിയായിട്ട് ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാനായിട്ട് നമ്മുടെ അന്ധകരണത്തെ എല്ലാവിധ നിർജീവ പ്രവൃത്തികളിൽ നിന്നും അവിടുന്ന് വിശുദ്ധീകരിച്ചു എന്നുള്ള എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഈ നിർജീവ പ്രവൃത്തികൾ പാപത്തിൻ്റെ പ്രവൃത്തികളാണ്. അങ്ങനെയുള്ള പാപത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ഉള്ളത്തിൽ കയറി കിടക്കുന്നതിനെ മുഴുവനും ദൂരീകരിക്കാൻ ശേഷിയുള്ളതാണ് ഈശോയുടെ തിരുരക്തം. ഹെബ്രായ ലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ തന്നെ രക്തത്താലാണ് മിക്ക വസ്തുക്കളും ശുദ്ധീകരിക്കപ്പെടുന്നത്, രക്തം ചിന്താതെ ശുദ്ധീകരണം ഇല്ല എന്നും നമ്മൾ ഇതിനകത്ത് വായിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ രക്തം വഴിയാണ് ശുദ്ധീകരണം, പാപമോചനത്തിനായി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം നിങ്ങൾ എല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യും എന്ന് ഈശോ കുർബാന സ്ഥാപിച്ചപ്പോൾ തന്നെ പറഞ്ഞ് നമുക്കറിയാം. തിരുരക്തം ഒരുമിച്ചാണെങ്കിൽ പോലും ആ തിരുരക്തം ഇതിലെടുത്ത് പറയുകയാണ്.
വെളിപാടിൻ്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ സ്വർഗത്തിൽ കാണുന്ന യുദ്ധത്തിൻ്റെ രംഗം, അവിടുന്ന് വലിച്ചെറിയപ്പെടുന്ന പുരാതന സർപ്പം, അതേപറ്റി നമ്മൾ വായിക്കുമ്പോൾ 11-ാം ഭാഗത്ത് വായിക്കുകയാണ്, അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. അവരെന്ന് പറയുന്നത് നമ്മുടെ സ്വർഗത്തിൽ നമ്മുടെ വിശുദ്ധ സഹോദരര്, അവൻ്റെ മേൽ, ഏത് പുരാതന സർപ്പത്തിൻ്റെ മേൽ, പിശാചെന്നും സാത്താനെന്നും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം, അവൻ്റെ മേൽ ദൈവമക്കൾ വിജയം നേടിയതിൻ്റെ അകത്ത് ഒന്ന് സ്വന്തം സാക്ഷ്യം, ജീവിതത്തിൻ്റെ സാക്ഷ്യം, ഈശോയ്ക്കൊണ്ട് നിലകൊണ്ട് പൊരുതി പോരാടി. 2 കുഞ്ഞാട് രക്തം. ഈ കുഞ്ഞാട് രക്തം എങ്ങനെയാണ് ഈ വിശുദ്ധർക്ക്, സ്വർഗത്തിലെ വിശുദ്ധർക്ക് സഹായകമായി ഭവിച്ചത് എന്ന് വെളിപാട് പുസ്തകത്തിൻ്റെ 7-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. വെള്ളയം കഴിഞ്ഞ് വലിയ സമൂഹം സ്വർഗത്തിൽ, അവരെ പറ്റി പറയുന്നത് ഇവര് ഒരു ഞെരുക്കത്തിൽ നിന്ന് വന്നവരാണ്. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവരാണ്. തങ്ങളുടെ വസ്ത്രങ്ങൾ മുഷിഞ്ഞതായി ആയിരുന്നു ഒരിക്കൽ. എന്ന് വെച്ചാൽ മുഷിഞ്ഞ വസ്ത്രം സക്കറിയ 3-ന്റെ 1, 2, 3, 4 വാക്യം കാണുമ്പോൾ കാണാൻ പറ്റും. യോശുവ പുരോഹിതന് മുഷിഞ്ഞ വസ്ത്രം, അത് അകൃത്യങ്ങളാണ്. ആ മുഷിഞ്ഞ വസ്ത്രം അവകാശം പറഞ്ഞുകൊണ്ട് കുറ്റം ആരോപിക്കാനായിട്ട് സാത്താൻ നിൽക്കുന്നതാണ് അവിടെ സക്കറിയ 3-ന്റെ 1-ാം വാക്യം നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വെളിപാട് 7-ല് 14-ാം വാക്യത്തിൽ കാണുന്നിടത്ത് മുഷിഞ്ഞ വസ്ത്രത്തിൻ്റെ അവസ്ഥ മുഴുവൻ കുഞ്ഞാ രക്തത്തിൽ കഴുകി അങ്കികൾ വെളുപ്പിച്ചു എന്ന് പറയുമ്പോൾ പിശാചിന് നമ്മുടെ മേൽ അവകാശം തരുന്ന പാപത്തെ മുഴുവൻ ദൂരീകരിക്കുന്ന ഈശോയുടെ രക്തമാണ്, കുഞ്ഞാട് രക്തമാണ്. ആ രക്തം വഴിയുള്ള വിടുതൽ, വിശുദ്ധീകരണം എന്ന് പറയുന്നത് പിശാചുക്കളുടെ മേലുള്ള ഈശോയുടെ വിജയത്തിൻ്റെ, നമ്മുടെ വിജയത്തിൻ്റെ മനോഹരമായ സാക്ഷ്യമായിട്ട് വരികയാണ്. യേശുവിൻ്റെ ഏറ്റവും അമൂല്യമായ തിരുരക്തമേ ഞങ്ങളെ ലോകം മുഴുവനും രക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പം അത് പിശാചുക്കളെ സഹികെടുത്തുകയാണ്. 2 രീതിയിൽ യേശു രക്തത്തിൻ്റെ കരുത്ത് നമ്മൾ അനുഭവിക്കണം. ഒന്ന്, ഈ രക്തത്തിൻ്റെ നേർക്കുള്ള തിരുരക്തത്തിൻ്റെ മഹത്വം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥനയും സുഹൃത്തിയും നമ്മളിങ്ങനെ ആവർത്തി ചൊല്ലി നീങ്ങുമ്പോൾ സാത്താൻ സഹി കേട്ട് വിട്ടുമാറും. 2, നമ്മളിപ്പോൾ വെളിപാട് 7 ശ്രദ്ധിച്ചതുപോലെ കുഞ്ഞാടിൻ്റെ രക്തം വഴിയുള്ള വിശുദ്ധീകരണം, അങ്കികൾ വഴി വെളിപ്പാക്കുന്ന അനുഭവം നമുക്ക് കിട്ടുന്നത് അനുദപിച്ച് പാവമോചനം പ്രാപിക്കുന്ന കുമ്പസാരം എന്ന കുദാശയിലൂടെയാണ്. അനുദപിച്ച് കുമ്പസാരത്തിനണിഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിക്കുന്ന ഓരോ അവസരത്തിലും നമ്മുടെ പാപങ്ങൾ നീക്കപ്പെടുന്നു, അങ്കികൾ കഴുകി വിശുദ്ധീകരിക്കപ്പെടുന്നു കുഞ്ഞാട് രക്തത്തിന്. അതുവഴി സാധാരണ നമ്മുടെ മേൽ അവകാശം തീർന്നു പോവുകയാണ്. അപ്പോൾ ഈ സുഹൃദീപം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടും കുമ്പസാരം എന്ന കുദാശ പതിവാട് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് തിന്മയുടെ സാന്നിധ്യങ്ങളെ, സ്വാധീനങ്ങളെ ദൂരീകരിക്കാനായിട്ട് മറികടക്കാൻ സാധിക്കുമെന്നുള്ള വലിയൊരു പാഠം നമുക്ക് ഹൃദയത്തിലെടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെ ശക്തമായ സാന്നിധ്യവും സഹായവും സമരം കൂടെ ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.